നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വ്ളോഗിലെ ഷോപ്സിൽ നിന്ന് കുറച്ച് ഓയിൽ ബോട്ടിലും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം ആ ഒരു സമയത്ത് തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബോട്ടിലുകളെല്ലാം. ഇത് 6 സെറ്റായിട്ട് നമ്മൾ പരിപ്പും കടലയും പയറും ഒക്കെ ഇടാനായിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഓൺലൈനായിട്ടുള്ള പ്രോഡക്ട്സ് ഇതുപോലെ അടുക്കളയ്ക്കുള്ളതൊന്നും അധികം വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ കയ്യിലുള്ളതൊക്കെ തന്നെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് കുറേ പേര് ചോദിച്ചു കേട്ടോ. 2 കൊല്ലത്തിൻ്റെ മുകളിലേക്ക് ആയിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ പഴയ വീട്ടിലുള്ള സമയത്തും ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. നല്ലതാട്ടോ. പിന്നെ ഇതുപോലെ എന്താ പറയുക, തുരുമ്പൊക്കെ ചില സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. 200 രൂപയ്ക്കൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ കുറേ ആയിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു കേട്ടോ പൊട്ടണ കുറച്ച് കുപ്പികൾ മേടിക്കണമെന്ന്. ഷോപ്സിയിലെ മറ്റ് നമ്മളിപ്പോൾ മീഷോനെക്കാട്ടിലും ആമസോണിനെക്കാട്ടിലൊക്കെ ഇത്തിരിയും കൂടെ റേറ്റ് കുറവുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. അധികം ആരും അങ്ങനെ വീഡിയോ ചെയ്യണമെന്നും കണ്ടിട്ടില്ല. കൂടുതൽ ഇപ്പോൾ മീഷോനൊക്കെ നമ്മൾ കൂടുതൽ എല്ലാ കിച്ചൺ പ്രോഡക്ട്സിൻ്റെ ഒക്കെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ ഇത് അത്ര അങ്ങോട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ റേറ്റൊക്കെ ഇങ്ങനെ നോക്കില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാനുണ്ട് വെച്ചാൽ ആമസോൺ തൊട്ട് തുടങ്ങി ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ ഷോപ്സി, മീഷോ എല്ലായിടത്തും പോയി തപ്പൂട്ടോ. എന്നിട്ട് ഏതിനാണ് റേറ്റ് കുറവ് നോക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പം മേടിക്കാറുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ ക്ലോത്തും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് കളറുള്ളത്. ഇപ്പം യൂസ് ചെയ്തിരുന്ന സെയിം ക്ലോത്ത് തന്നെയാണ്, അതേ മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വേഗം ഈ പയറും പരിപ്പ് സംഭവങ്ങളെല്ലാം കുപ്പിയിലാക്കിയിട്ട് വെക്കുകയാണ്. ഇപ്പം ഈ പ്ലാസ്റ്റിക് കുപ്പികളിലാക്കിയിട്ട് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കിയിട്ട് വെക്കുമ്പം നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത പാത്രങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് തന്നെ എപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ചില പ്രാവശ്യം ഞാൻ അതുപോലെ ഇരിക്കുന്നത് ശ്രദ്ധിക്കാണ്ട് രണ്ടാമത് വാങ്ങിക്കൊണ്ടിരിക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളെ കണ്ണെത്തുന്ന ദൂരത്ത് കടലയും ചെറുപയറും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്, പിന്നെ കഴിഞ്ഞാൽ അറിയുകയും ചെയ്യാം. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കുപ്പികൾ വാങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് ഈ കുപ്പികളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു അടുക്കളയുടെ ഈ ഒരു കുറച്ച് ഭാഗമേ ഉള്ളൂ. കുഞ്ഞി സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഞാൻ പരമാവധി അവിടെ കുറേ ചെടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ലൈവ് പ്ലാന്റ്സും ഉണ്ട്, മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതും, പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കുഞ്ഞതായിട്ടുള്ളത്, കുഞ്ഞേ പ്ലാന്റ്സ് മുന്നേ എപ്പോഴോ വാങ്ങിയതാട്ടോ. ഞാൻ എന്ത് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിലും അത് കുറേ കാലം ഇങ്ങനെ വെറുതെ എടുത്തു വയ്ക്കും. ഈ ഒരു ട്രേ ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതും അതെ 1.5 കൊല്ലം മുന്നേ വാങ്ങിയതാട്ടോ. എന്നിട്ട് അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഉപയോഗിക്കാതെ. ഇപ്പം നമുക്ക് ഒരാവശ്യം വരുമ്പോഴാണ് അതൊക്കെ പുറത്തേക്ക് എടുക്കണേ. ആ ട്രേ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. 2022 എത്തിയ തോന്നുന്നുണ്ട് വാങ്ങിയത്. 2 എണ്ണം ഒരുമിച്ച് വാങ്ങിയതായിരുന്നു. അത് ഒരെണ്ണം നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് ഒതുക്കി കുറച്ച് പ്ലാന്റൊക്കെ വെച്ചപ്പം എനിക്ക് അങ്ങോട്ട് തൃപ്തി വന്നില്ല കേട്ടോ. എന്തോ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാനിത് ഈ ഒരു എൻജോയ് പോത്തോസ് ഉണ്ടല്ലോ, അത് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല കേട്ടോ. എനിക്കിതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഇത് ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാൻ ഇഷ്ടമെന്ന്. പക്ഷെ വിചാരിച്ചു ഇതിൻ്റെ ഒരു കുറവ് അടുക്കളയിലുണ്ടല്ലോ എന്ന്. അപ്പോൾ അതൊരു തണ്ട് കട്ട് ചെയ്തിട്ട് അതും വെള്ളത്തിൽ വെച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മൾ മുന്നേ എപ്പോഴോ മറ്റേ ആ സാറ്റിൻ പോത്തോസ് കുഞ്ഞിതായിട്ട് ഇങ്ങനെ ലീഫ് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു സമാധാനമായിട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയൂ. നമുക്ക് ഒരുപാട് സൗകര്യങ്ങളില്ലെങ്കിലും ഒക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതൊക്കെ കാണാൻ. പിന്നെ ഇത് ഞാൻ വൈകുന്നേരമാണ്, രാത്രിയാണ് ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യണേ. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ടിയിട്ട് ചെറുപയർ വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കറിക്ക് വേണ്ടിയിട്ടല്ല, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണേ. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെ ചേർത്തിട്ടാണ് അതൊന്ന് കുതിരാനായിട്ട് വെക്കണേ കേട്ടോ. നമ്മൾ ദോശ
ഉഴുന്നിട്ടിട്ടുള്ള പുളിദോശ തന്നെയാണ് ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറ്. പിന്നെ അരിപ്പൊടി കലക്കിയിട്ട് ഇടയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കും കേട്ടോ. നീർദോശ അല്ലാണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ദോശ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. പക്ഷെ അത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല. ഒന്ന് ചൂട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ദോശ ഒന്ന് കട്ടി പിടിക്കില്ലേ, അപ്പോൾ ആ സ്വാദ് പോവും. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഉഴുന്ന് ദോശ അല്ലാണ്ട് വേറെ ഒന്നും വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറുപയർ അതേപോലെ ബീട്രൂട്ട് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ദോശകളൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവാറുണ്ട് നമുക്കതുപോലെ വെക്കണമെന്ന്. അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ചെറുപയർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മോള് വന്നിട്ടുണ്ടാവുമെന്ന്, കാരണം നമ്മൾ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചതല്ലേ. പക്ഷേ മോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് വെള്ളം കളഞ്ഞില്ല കേട്ടോ, കഴുകിയിട്ട് കുതിരാൻ വെച്ചതായതുകൊണ്ട് ആ വെള്ളം അങ്ങനെ തന്നെ എടുത്ത് മിക്സിയിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ അതിലേക്ക് തന്നെ പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു കളറിന് വേണ്ടിയിട്ട്. എന്തായാലും ഗ്രീൻ പീസ് അല്ല, ചെറുപയർ ആയതുകൊണ്ട് തന്നെ പച്ച കളറായിരിക്കും നമ്മുടെ ഇന്നത്തെ ദോശയ്ക്ക്. അപ്പോൾ പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കളർ ഒന്ന് കൂട്ടാൻ വിചാരിച്ചു. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടില്ല, കുതിർത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുകയാണ്. ചെറുപയർ ആയതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് മാത്രം ഇഷ്ടമായില്ല, കുട്ടികൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഉഴുന്ന് അരച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ വലിയൊരു പാത്രത്തിലാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ് കേട്ടോ. കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഉണ്ണിക്ക് ചൂടോടുകൂടി വേണം. അച്ചുവിന് പിന്നെ അവൻ പറയണ ആ ഒരു എണ്ണം കൃത്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് അച്ചു കഴിച്ചു തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ ചമ്മന്തി ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ന് അത്രയൊന്നും മാവില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. കാരണം ചെറുപയർ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 250 ഗ്രാമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെറുപയർ. അപ്പം അതാണ് ഞാൻ കുതിർക്കാനായിട്ട് ഇട്ടേ. അപ്പം ഉള്ളതുപോലെ ഉണ്ടാക്കാം. ഇത് മറ്റു ദോശ കഴിക്കുന്ന പോലെ അത്രയൊന്നും കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കുന്ന ദിവസം. അപ്പോൾ ഉണ്ണി എണീച്ച് വന്ന് ദോശയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ആദ്യം തന്നെ കുറ്റം പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പ്രോട്ടീൻ ദോശയാണെന്ന് പറഞ്ഞു കേട്ടോ. ഉണ്ണിയുടെ അടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എന്തെങ്കിലും ടേസ്റ്റ് കുറഞ്ഞാൽ തന്നെ മൂപ്പര് കുറ്റം പറയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ പറയണേ. അവന് ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നൊക്കെ ഭയങ്കര ഇതുള്ള ആളാണ്. എന്ത് കഴിക്കായാലും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് ചിന്തയുള്ള ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് പോരായ്മ ഉണ്ടെങ്കിലും അവ അത് സഹിച്ചോളും. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ നല്ലതാണ്, ചെറുപയറാണ്, ചിലപ്പോൾ വല്ല കയ്പൊക്കെ ഉണ്ടാവും. കാരണം എനിക്കറിയില്ല, ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് ചെറുപയർ ദോശ ഉണ്ടാക്കണേ. അപ്പം ഇത് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു ദോശച്ചട്ടി ഇത് ഇൻഡസ് വാലിക്കാർ എനിക്ക് പ്രൊമോഷനായിട്ട് അയച്ചു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അയച്ചുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ദോശ ഉണ്ടാക്കി. പിന്നെ ഞാൻ ആ സമയത്തൊക്കെ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയ സമയത്തൊക്കെയാണ്, ആ സമയത്ത് ഒരു 4-5 ദിവസം മുന്നേ ഇതേപോലെ വീട്ടിലെ എന്താണ് നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഭാഗം ഒതുക്കണ നേരത്ത് ഈ കല്ല് കണ്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ട്, അപ്പോഴേക്കും ഇത് കുറേ കാലം ഉപയോഗിക്കാണ്ട് ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് മയപ്പെടുത്തി എടുത്ത് അതിൽ ദോശ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ദിവസം ഫുള്ള് ഇരുന്നിട്ട് ഇത് മയക്കിയെടുത്ത് പിന്നെ ദോശ ഉണ്ടാക്കി തുടങ്ങിയതാട്ടോ. ഇപ്പം ഉണ്ടല്ലോ ഈ ചട്ടി അല്ലാണ്ട് എനിക്ക് വേറെ ഒരു പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമോ അതൊന്നും ആലോചിക്കാനേ പറ്റില്ല കേട്ടോ. ഇപ്പം ദോശ എന്ന് പറയുമ്പം ഈ എണ്ണ ഒഴിച്ച്
നമ്മൾ ഉണ്ടാക്കുന്ന ഈ ദോശയുടെ സ്വാദ് എനിക്ക് വേറെ എവിടുന്നും എനിക്ക് ആ ടേസ്റ്റ് എടുക്കില്ല കേട്ടോ. അപ്പോൾ ഉണ്ണി അച്ചും അവർക്കും അതെ സെയിം അഭിപ്രായം തന്നെയാണ്. നമ്മൾ ഈ കല്ലിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കണ ദോശ ഉണ്ടല്ലോ, അതിൻ്റെ രുചിയൊന്ന് വേറെയാണ്. അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ പോലെ ചെറുപയർ ദോശ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പുളിയില്ലാത്ത ദോശ ആയതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഇതാ നമ്മൾ പൂച്ചക്കുട്ടികളെ തന്നെ കാണിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും ഫുഡ് കഴിക്കണ നേരത്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്താട്ടോ. ഇവരെ കളിക്കാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ക്യാമറ ആയിട്ട് നടക്കുമ്പോൾ ഈ പാറുവിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അവൾ വന്നിട്ട് എൻ്റെ കാലുമ വന്നിട്ട് കയറും, കാലുമ കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ഇതാ നമ്മുടെ ഒരു വ്യൂവർ നമുക്ക് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അയച്ചതാട്ടോ ഈ ഒരു അവലോസ് പൊടീൻ്റെ പാക്കറ്റ്. അപ്പോൾ അവരെ ചെറുതായിട്ടൊരു ബിസിനസ് സംരംഭമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവലോസ് പൊടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അവരുടെ ഫോൺ നമ്പർ കൊടുക്കാം. ഈ ഒരു പാക്ക് വന്നിട്ടുള്ളത് 250 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതിൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത് 70 രൂപയാണ് കേട്ടോ ഈ ഒരു അവലോസ് പൊടിക്ക്. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നമ്മളൊരു 5 മാസമൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 5 മാസമൊക്കെ വരെ ഇത് കേടാവാണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് പാത്രത്തിൽ പൊട്ടിച്ച് അച്ചുവിനും ഉണ്ണിക്കും കൂടെ അങ്ങനെ കൊടുത്തു കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മധുരം അധികം ഇപ്പോൾ കഴിക്കാറില്ല. ഇതിൽ ചെറുതായിട്ടൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ, മധുരം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമായി, നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവലോസ് പൊടിയൊക്കെ വീട്ടിലുണ്ടാക്കാൻ എല്ലാവർക്കും പറ്റുന്ന കാര്യമാവില്ല. അപ്പോൾ ഉണ്ടാക്കാനൊന്നും നേരമില്ലാത്തവരും ജോലിക്കാരും അങ്ങനെയുള്ളവർക്കൊക്കെ മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടുണ്ട് ഞാൻ നോൺ വെജൊക്കെ ഇവിടെ വെച്ചിട്ട്. കുട്ടികളുടെ താല്പര്യമാണ് അമ്മ ഉണ്ടാക്കുന്നത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു കൊല്ലമായിട്ട് ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ മക്കൾക്കും ഇവിടെ വെച്ച് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. കോഴിമുട്ട ഇവിടെ എപ്പോഴും ഉണ്ടാവും, അതല്ലാണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇവരെ എൻ്റെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനല്ലാണ്ട് വേറെ ആരാ വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്നും. കുറേ ഉണ്ടല്ലോ ഞാൻ നോൺ വെജൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചത് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ എൻ്റെ അടുത്തുള്ള റൈസ് ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും പിന്നെ ഫ്രൈഡ് റൈസ് അതിനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് പഴയ ഒരു ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണെന്ന്. കുറേ ആയിട്ട് നമ്മൾ വെക്കാണ്ടേ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് പഴയ ഓർമ്മയൊക്കെ വെച്ചിട്ടാണ് ഒന്ന് ചെയ്ത് നോക്കിക്കണേ. ആ പാത്രം എടുത്ത് തന്നെ ആദ്യം പരാജയമായിപ്പോയി. കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കണമായിരുന്നു. ഞാനിത് ഈ ഒരു കുട്ടി പാത്രം എടുത്തതാണ് എനിക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കറി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കറിയൊക്കെ വിചാരിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ റോസ്റ്റാണ്, ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കണേ. വലിയ കുഴപ്പമില്ലാണ്ട് അത് വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് പിന്നെ ഇടയ്ക്ക് വെക്കുന്ന കാരണം കൊണ്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ എന്തായാലും കുറേ സമയത്തേക്ക് നമ്മളത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടച്ച് വിട്ടു പോകുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പരിഭ്രമമായിരുന്നു കേട്ടോ അത് ആക്കണ നേരത്ത്. ഞാൻ തക്കാളിയൊക്കെ അരിയാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. പിന്നെ വറവ് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളി അരിഞ്ഞു വെച്ചില്ലല്ലോ എന്ന് ഓർത്തേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതങ്ങനെ പൊടിയാക്കി അരിഞ്ഞെടുത്തു. അവ കൂടി ഒരു പരിഭ്രമമായിരുന്നു കേട്ടോ അത് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു കയ്യിൽ നിന്ന് പോയ പോലെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണം. അപ്പം എനിക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ. അതേപോലെ തലേദിവസം ഉണ്ടാക്കിയ മുരിങ്ങക്കായ മാങ്ങ ഇട്ടിട്ടുള്ള കൂട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരത്തേക്കും കണക്കാക്കിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ കുട്ടികൾക്ക്.
എനിക്കിങ്ങനെ ഉണ്ടല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണേക്കാട്ടിലും എനിക്കിഷ്ടം ഇത് ഉണ്ടാക്കി കൊടുത്ത് നല്ല അഭിപ്രായം കേൾക്കുക എന്ന് പറയണതാണ്. ഞാൻ എപ്പോഴും മക്കളോട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കളോട് ചോദിക്കുന്ന കാര്യമുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാതെ തന്നെ അവരിങ്ങോട്ട് പറയണം നന്നായിട്ടുണ്ട് കേട്ടോ അമ്മേന്ന്. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. നമ്മളിനിയിപ്പോൾ ഇനി എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ആ ഒരു മിനിറ്റ് നേരത്തേക്ക് അത് കേൾക്കുമ്പോൾ നമ്മൾ അത്രയും നേരം ഈ ചൂടത്ത് നിന്ന് എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കിയ ആ ഒരു വിഷമൊക്കെ അങ്ങോട്ട് മാറി കിട്ടും. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പം അടുക്കളയിൽ ഇവിടെ ഫാനുണ്ട്, പക്ഷെ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഫാൻ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ഉഷ്ണം സഹിക്കാണ്ട് എനിക്കാണെങ്കിൽ ഞാൻ വിയർത്ത് ഒഴുകൂല്ല കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് അങ്ങനെ ഈ ഒഴുകി ഒലിക്കുന്ന പരിപാടി ഇല്ല. വിയർത്ത് കഴിഞ്ഞാൽ കുറേ പേർക്ക് ചൂട് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെയില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര പുഴുക്കാണ്. ഈ ചൂടത്ത് ഞാൻ നിന്നിട്ട് പുഴുകി ഇതെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അടുക്കളയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് മേലെഴുകാൻ തോന്നും കേട്ടോ. അത്രയും ചൂടാണ്. നമ്മൾ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് ഭയങ്കരമാണ്. പകൽ സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഒരു മണി തൊട്ടിട്ടുള്ള 2 മണി 1 മണി സമയത്തൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ട് ബീൻസും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കും ഉണ്ടായിരുന്നു. അപ്പം അത് 3ഉം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ആദ്യം വിചാരിച്ചത് വലിയ പാത്രം ഉണ്ട് കേട്ടോ അവിടെ, സ്റ്റീലിൻ്റെ പാത്രം ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാനുണ്ടല്ലോ എല്ലാ പാത്രങ്ങളും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എളുപ്പം കിട്ടുന്ന, അതായത് ഓരോ പാത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കാസ്റ്റ് അയൺ പാത്രം ആയാലും ഇതുപോലെ ആയാലും കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 പാത്രങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാറ്റിയിട്ട് വേറെ എടുത്ത് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കരുതി കുറച്ചുകൂടെ വലിയൊരു പാത്രം എടുക്കാമെന്നൊക്കെ. പിന്നെ എനിക്ക് മടിയായി, എല്ലാം കൂടെ ഞാൻ വലിച്ചിടണ്ടേ. എല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാത്ത പാത്രങ്ങളെല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് വലിച്ചിടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പാത്രം തന്നെ എടുത്തു കേട്ടോ. ഇത് എപ്പോഴും ഇത് നമുക്ക് PR ആയിട്ട് വന്നതാണ്, മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് വന്ന മുതലേ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു പാത്രമാണ്. ഞാൻ ഇതിൽ ഒരുപാട് പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പായസം വെച്ചിട്ടുണ്ട് ഇതിൽ. അങ്ങനെ ഒരുപാട് എനിക്ക് സഹായം ഉണ്ടായിട്ടുള്ളൊരു പാത്രം കേട്ടോ അത്. അപ്പോൾ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ പച്ചക്കറി ഇതിലുണ്ടായൊരു തമാശ എന്താണെന്നറിയോ, ഞാൻ ഇതിനകത്ത് കോളിഫ്ലവറും കൂടെ ഇടാനായിട്ട് വിചാരിച്ച് കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു. റൈസെല്ലാം ചേർത്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടാണല്ലോ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇത് കണ്ടത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആവശ്യമില്ല എന്നായിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ഇപ്പം അത് നമ്മൾ ചേർക്കില്ലേ. അപ്പോൾ അതങ്ങനെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഫ്രിഡ്ജിക്ക്. അപ്പം എഗ് ഫ്രൈഡ് റൈസ് ഈ പച്ചക്കറി എല്ലാം ചേർത്ത് എഗ്ഗും കൂടി ഇട്ടിട്ട് പിന്നെ അരി ആദ്യം തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഭയങ്കര എളുപ്പമാണ്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യം എന്താ അറിയോ, ഉണ്ണി കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ അതുപോലത്തെ ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ നമ്മ ഒരു കാര്യം ചെയ്തോ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വിൽക്കണ ബിസിനസ് ചെയ്തോ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. ആ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നന്നായി എന്നുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഫുഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ഉണ്ണി അവിടുത്തെ ഫ്രൈഡ് റൈസാണ് ഉണ്ണി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഉണ്ണി പറഞ്ഞു അവിടത്തേക്ക് വാങ്ങിക്കണ പോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മയോന്ന്. അപ്പം ഞാൻ ഭയങ്കര എന്താ പറയുക കൃതാർത്ഥയായി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് വലിയ വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.